സഹകാരിയുടെ തന്നെ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ഒരു JCA എക്സാം കഴിഞ്ഞപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സ്റ്റുഡൻസിന്റെ അടുത്ത് അത് നോക്കിയപ്പോ അവര് എളുപ്പമായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. ഇത്രയും എന്താ പറയാ, ഫോർകാസ്റ്റിംഗ് എന്നൊക്കെ പറയും, മുൻകൂട്ടി കണ്ട് കുട്ടികളെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പഠിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതെന്തോ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. ഞങ്ങള് ചെറുപ്പത്തിലെ സ്കൂൾ തലത്തിലൊക്കെ ഒരുവിധം നല്ല മാർക്കോട് കൂടിയിട്ടാണ് പാസ്സായത്. പിന്നെ ആളുടെ കഴിവ് തന്നെയാണ്. ഒഴുക്കിനെതിരെ നീന്തിയവരാണ് കടൽ താണ്ടിയിട്ടുള്ളത്. സഹകാരിക്കൊപ്പം ഒഴുക്കിനെതിരെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾക്കെതിരെ നീന്തി കേരള ബാങ്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ തേടിയുള്ള, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ തേടിയുള്ള യാത്ര ഇന്നെത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നിമ്മിയുടെ വീട്ടിലാണ്. നമസ്കാരം. വലിയൊരു വിജയമാണ് 20ാം റാങ്ക് സൊസൈറ്റി കാറ്റഗറിയിൽ നേടുക എന്ന് പറയുന്നത് ചെറിയൊരു അച്ചീവ്മെന്റേ അല്ല. ഈ പറയുന്ന ജോലി ചെയ്ത് കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി അതിനിടയിൽ സമയം കണ്ടെത്തി 20ാം റാങ്കിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞാനിപ്പോ ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് യാതൊരു വക ബന്ധമില്ലാത്തൊരു വിഷയമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ MSc മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ IAT ചെയ്തത്. അതും ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരും തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ JDC എന്നുള്ള ഒറ്റ ഒരു ബേസ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ ഫീൽഡിലോട്ട് ഇങ്ങനെ തിരികണത്. അതും അന്ന് ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാം JDC കഴിഞ്ഞ വഴിക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിൽ എനിക്ക് ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ അങ്ങോട്ട് ജസ്റ്റ് മിസ്സായി റാങ്ക് ലിസ്റ്റിൽ നിന്ന്. പക്ഷെ അന്നത്തെ അതോടുകൂടി ഞാൻ ആ പേപ്പറും എല്ലാ ബുക്കടക്കം എല്ലാം വലിച്ചിട്ട് അവസാനിപ്പിച്ചതാണ്. എനിക്ക് അത്രയും വിഷമമായി. അത്രയും ഇരുന്ന് പഠിച്ചിട്ട് ഒന്നും കിട്ടാണ്ട് ലാസ്റ്റ് അവസാനിപ്പിച്ച ഒരു ഇതാണ്. അത് കഴിഞ്ഞിപ്പോ ഞാൻ 2017-18 വർഷത്തിലാണ് JDC ചെയ്തത്. അത് കഴിഞ്ഞിപ്പോ ഇത്രയും വർഷത്തെ ഗ്യാപ്പ്. അതാണെങ്കിൽ പിന്നെ അന്നത്തെ ആ ബുക്കുകളൊന്നും പിന്നെ ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അതിനെപ്പറ്റി ഒന്നും പഠിക്കാണ്ട് പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷമാണ് ഇത് വീണ്ടും ഒരു വാശിപ്പുറത്ത് തന്നെ എടുത്ത് നമുക്കൊരു സെൽഫ് റെസ്പെക്ട് എന്നുള്ള ഒരു ഇത് മൈൻഡിൽ കയറി കഴിഞ്ഞപ്പോ ബുക്കൊക്കെ പൊടി തട്ടി എടുത്ത് അപ്പോഴും എനിക്ക് മെമ്മറി ലോസ് നന്നായി ഉണ്ട്. അപ്പൊ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിക്കണില്ല. ഞാൻ ശരിക്കും സഹകാരിയിലല്ല, ഫസ്റ്റ് തന്നെ ഓൺലൈൻ, എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് ഓഫ്ലൈൻ ക്ലാസ് പറ്റില്ല. അങ്ങനെ ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി അന്വേഷിച്ചു. അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചു. അതില് ഞാൻ ജോയിൻ ചെയ്തു. 6 മാസം അവരുടെ കോഴ്സിൽ ചെയ്തു. പക്ഷെ അത് ചെയ്തപ്പോഴും എനിക്കൊന്നും ഓർമ്മയിൽ നിക്കണില്ല. ജസ്റ്റ് പൊടി തട്ടി ഒന്ന് ഇതായി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത്ര പേർക്ക് സമയവും കിട്ടണില്ല. ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലത്തെ കാര്യങ്ങള് അത് കഴിഞ്ഞ് എല്ലാം മക്കളുടെ കാര്യമൊക്കെ പഠിക്കുന്ന സമയവും ഇല്ല. കിട്ടണ സമയം പഠിക്കണത് നമുക്ക് ഓർമ്മയിൽ നിക്കണില്ല. ഇപ്പൊ എനിക്ക് ശരിക്കും മെമ്മറിയിൽ നിക്കാനുള്ള കുറച്ച് ട്രിക്കുകളൊക്കെ ആയിരുന്നു ആവശ്യം. അതൊന്നും അവിടെ പോയെടുത്ത് എനിക്ക് കിട്ടിയില്ല ശരിക്കും. അപ്പൊ 6 മാസം അത് കഴിഞ്ഞപ്പോഴും എക്സാം ആയിട്ടുണ്ടായിരുന്നില്ല. കേരള ബാങ്ക് JCA ജസ്റ്റ് കഴിഞ്ഞു, പക്ഷെ കേരള ബാങ്ക് എക്സാം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു സഹകാരിയുടെ തന്നെ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ഒരു JCA എക്സാം കഴിഞ്ഞപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സ്റ്റുഡൻസിന്റെ അടുത്ത് അത് നോക്കിയപ്പോ അവര് എളുപ്പമായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ വേറെ എക്സാമുകളൊന്നും എഴുതാറുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ എനിക്ക് JCAയുടെ എക്സാമും നല്ല ടഫായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഒട്ടും പ്രതീക്ഷിക്കണില്ല. പക്ഷെ JCAയുടെ എക്സാം കഴിഞ്ഞപ്പോ സഹകാരിയിലെ സ്റ്റുഡൻസ് പറയണു നല്ല എളുപ്പമായിരുന്നു, 80 എബവ് കിട്ടും എന്നൊക്കെ. ഞാൻ ആകെ അന്തം വിട്ടോണം നോക്കി. ഇത്രയും എന്താ പറയാ, ഫോർകാസ്റ്റിംഗ് എന്നൊക്കെ പറയും, മുൻകൂട്ടി കണ്ട് കുട്ടികളെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പഠിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതെന്തോ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. അപ്പോഴാണ് ക്രാഷ് കോഴ്സിനെ പറ്റി അറിഞ്ഞത്. ഒരു 2 മാസത്തെ ക്രാഷ് കോഴ്സ്. അതും 1.5 മാസമാണ് എനിക്ക് കറക്റ്റ് ആ ഒരു ക്ലാസ് കിട്ടിയത്. അതും നമ്മുടെ ജോലി കഴിഞ്ഞ് വന്നിട്ടാണല്ലോ നമ്മള് പഠിക്കണത്. അപ്പൊ മുന്നേ എല്ലാവരും പഠിച്ചു പോയതാണ്. അവർക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. പക്ഷെ എനിക്ക്
പക്ഷെ ഇതില് നമുക്ക് സഹകാരിന്ന് തരുന്ന ടിപ്സും ട്രിക്സും കുറച്ചുകൂടെ ഓർത്തിരിക്കാനും ഒക്കെ സാറിന്റെ ക്ലാസ് കേട്ടിട്ടുള്ള രാജേഷ് സാറിന്റെ ഒക്കെ ക്ലാസ് പ്രത്യേകിച്ചും രാജേഷ് സാറിന്റെ ക്ലാസ് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. എല്ലാ ടീച്ചേഴ്സും അതേട്ടാ. പക്ഷെ ആ ഒരു ക്ലാസ് കേട്ടിട്ട് ജസ്റ്റ് നോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ടിപ്സും ട്രിക്സും ഒക്കെ നന്നായി ഉണ്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയാലും ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത്, അതുകൊണ്ട് തന്നെ ഈ കേരള ബാങ്കിന്റെ എക്സാം വന്നപ്പം ഒരു എന്താ പറയാ, അത്രയ്ക്ക് അങ്ങോട്ട് നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എഴുതി ആ ടൈം അറേഞ്ച് ചെയ്തൊക്കെ മാനേജ് ചെയ്ത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റി. കൂടുതൽ നമ്മൾ എക്സാംസിൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കുറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും അറിയില്ലെങ്കിൽ പോലും കുറെയൊക്കെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് സഹകാരിയുടെ ഒരു ക്ലാസ് വെച്ച് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അതിന്റെ വേര് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ, സ്റ്റേറ്റ്മെന്റ് ആയാലും വായിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ വെറുതെ വർക്ക്ഔട്ട് ചെയ്ത 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എടുത്ത ഓരോ ക്വസ്റ്റ്യൻ ചെയ്തത്. അതിൽ കുറെയൊക്കെ എങ്ങനെയൊക്കെ ശരിയായി. ഈശ്വരന്റെ ഒരു തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് ദൈവാനുഗ്രഹം, പിന്നെ എന്താ പറയാ, നമ്മുടെ ഗുരുക്കന്മാരുടെ ഒക്കെ ഒരു അനുഗ്രഹം, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും പ്രാർത്ഥന, മക്കളുടെയും എല്ലാ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കത് അത്രയൊരു വാശിയിൽ തന്നെ ചെയ്തൊരു ഇതാണ്. ഈ അവസരത്തില് ആർക്കൊക്കെ നന്ദി പറയണമെന്ന് തോന്നുന്നുണ്ട്? എല്ലാ ടീച്ചേഴ്സിന്റെ അടുത്തും നന്ദിയുണ്ട്. പിന്നെ സഹകാരിയോട് പ്രത്യേകം നന്ദി. അച്ഛൻ, അമ്മ, ആങ്ങള, മക്കള് എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളൊക്കെ നോക്കി നിൽക്കുകയാണ് അമ്മ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് നടത്തിയത്. ഒരു മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത്രയും വാശി വെച്ച് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് എങ്ങനെയായാലും വിജയിക്കും. ഇപ്പൊ ഇനി സഹകാരിയിൽ ഇനി പഠിക്കണ ഇനി ജൂനിയർ ആയിട്ട് വരുന്ന ആൾക്കാരോടായാലും, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 38ാമത്തെ വയസ്സിലാണ്. നമ്മൾ ഈ ഒരു 2-3 മാസം കൊണ്ട്, ഇത്രയും കുറച്ച് സമയം കൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ എത്രയോ ഇതിലും എന്താ പറയാ, നല്ല കഴിവുള്ള ബ്രൈറ്റ് ആയ കുട്ടികൾ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്താൽ തന്നെ, നല്ലോണം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും, നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. അതന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഒരുപാട് നന്ദി. നിമ്മിയുടെ കഥ എന്ന് പറയുന്നത് വളരെ ഇൻസ്പയറിംഗ് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ജോലി ഇതെല്ലാം ചെയ്തുകൊണ്ട്, ഈ പറഞ്ഞ നിസ്സാരം 2 മാസം സമയം കൊണ്ട് ഈ ക്രാഷ് കോഴ്സ് അത്രത്തോളം മനസ്സിലാക്കാൻ ഈ നിസ്സാര സമയം കൊണ്ട് പറ്റിയെന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. അത് എന്തായാലും സഹകാരിക്ക് അഭിമാനമുള്ള കാര്യമാണ്. സഹകാരിക്ക് മാത്രമേ, നമ്മുടെ എല്ലാ കുടുംബത്തിനാണെങ്കിലും എല്ലാവർക്കും അഭിമാനത്തോടെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു നിമിഷം തന്നെയാണ്. അത് കണ്ട് മക്കളും എല്ലാവരും പഠിക്കട്ടെ. വലിയ വിജയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.